സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മുടെ അതിഥിയായുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ KG ജ്യോതിർഘോഷാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഇപ്പോൾ ഈ പശ്ചിമേഷ്യൻ യുദ്ധം നിർത്തുമ്പോൾ അമേരിക്ക ഇറാനുമായി ഒരു കരാർ ഒപ്പിട്ടിരിക്കുന്നു. സാർ, ഈ കരാറ് പ്രാബല്യത്തിൽ വന്നോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അവിടെ ഈ പറയുന്ന രീതിയിൽ ഇസ്രായേൽ ആക്രമണമൊക്കെ ലെബനനെതിരെ നടത്തിക്കൊണ്ടൊക്കെ ഇരിക്കുവാണ്. അത് അവിടെ നിൽക്കട്ടെ. സാർ, ഇവിടെ ഈ പറയുന്ന രീതിയിൽ ട്രംപിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. താൻ ഉണ്ടാക്കിയ കരാറ് എന്തുകൊണ്ടും ഒബാമയുടെ കരാറിനേക്കാൾ മികച്ച കരാറാണ്, ഒബാമയുടെ കരാറൊന്നും ഒന്നുമല്ല. സാർ, എന്താണ് സാർ അതിനെക്കുറിച്ച് സാറിന് മനസ്സിലാക്കാൻ പറ്റുന്നത്? അത് വിയറ്റ്നാമിലെ യുദ്ധത്തിന് ശേഷം ഏറ്റവും അന്ന് പിന്നെ ഈ പറഞ്ഞതുപോലെ കാലഘട്ടം വ്യത്യസ്തമായിരുന്നു. അതിനേക്കാൾ വളരെ പരിതാപകരമായ ഒരു പരാജയമാണ് ഇപ്പൊ ഇറാന്റെ കയ്യിൽ നിന്ന് അമേരിക്ക ഏറ്റുവാങ്ങിയിരിക്കുന്നത്. അതായത് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ നൂതനമായ സാങ്കേതിക വിദ്യ വെച്ചും സമ്പദ് വ്യവസ്ഥ വെച്ചും മിലിറ്ററി മേൽക്കോയ്മ വെച്ചുമൊക്കെ വെറും 4 ദിവസം കൊണ്ട് ഇറാനെ തീർത്തിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞ് ട്രംപ് ഇന്നിപ്പോ എനിക്ക് 108-ാം ദിവസം 109 എന്തായാലും ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധമാണ്. 108-ാം ദിവസം 109 ദിവസം കൊണ്ടാണ്. അന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പരാജയമാണ് ഇറാന്റെ കയ്യിൽ നിന്ന് അമേരിക്ക ഏറ്റുവാങ്ങിയിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു വ്യക്തി എന്റെ മുഖം സുന്ദരമാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ സ്വന്തം സൗന്ദര്യത്തിൽ വിശ്വാസമില്ലാത്ത സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവരായിരിക്കും പറയുന്നത്, നോക്കൂ എന്നെ നോക്കാൻ എന്റെ സുന്ദരനായിരിക്കുന്നു, സുന്ദരിയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെയാണ് ഇപ്പൊ ട്രംപിന്റെ ഈ ഒരു പ്രഖ്യാപനം. ഈ ട്രംപിന്റെ ഈ ഒന്നാം സമയത്താണ്, ആദ്യം പ്രസിഡന്റായ സമയത്താണ് ഈ ഒബാമ ട്രീറ്റ് ഒരു ചിന്തയുമില്ലാതെ അതിൽ നിന്ന് ഈ സന്ധിയിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നു. അതിനുശേഷം ഈ രണ്ടാം തവണ വന്നതിന് ശേഷം ആദ്യമൊക്കെ ചർച്ചകളായിട്ട് പോയി. ചർച്ചകൾ വളരെ ക്രിയാത്മകമാണെന്ന് തോന്നുന്ന വിധം ജനീവയിൽ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ട്രംപുമായിട്ട് ഏതാണ്ട് കരാർ ഒപ്പിടാറായി കഴിഞ്ഞു എന്ന ഒരവസ്ഥ എത്തി നിൽക്കുമ്പോഴാണ് ഇറാൻ പോലും ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും പ്രകടിപ്പിച്ച സമയത്താണ് കഴിഞ്ഞ ഫെബ്രുവരി 28-ന് കയറി അമേരിക്ക ഇറാനിലേക്ക് രണ്ടാമത്തെ അറ്റാക്ക് നടന്നു. ആദ്യം കഴിഞ്ഞ വർഷത്തിലെ ജൂണിലുള്ള അറ്റാക്ക് ആയിരുന്നു. അപ്പൊ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാനെ സംബന്ധിച്ച് അവർക്ക് കുറച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ മത തലവൻ ആചാര്യനായിട്ടുള്ള ഖമേനി ഉൾപ്പെടെയുള്ള ഒരുപാട് ഉന്നത ഉദ്യോഗസ്ഥർ മരിച്ചിട്ടുണ്ട്. അവരുടെ സൈനിക മേധാവികൾ മരിച്ചിട്ടുണ്ട്. ഒട്ടേറെ ഇറാനിയൻ കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. അവരുടെ ശേഷിയൊക്കെ വല്ലാണ്ട് ഒരുപാട് സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യപരമായിട്ടും ഒരുപാട് നഷ്ടങ്ങളുണ്ട്. പക്ഷേ അവരുടെ തന്ത്രം 1% പോലും അവർ ഉദ്ദേശത്തിൽ നിന്ന് പാളിയിരുന്നില്ല. കഴിഞ്ഞ 47 വർഷമായിട്ട് അവർ തയ്യാറെടുത്തുകൊണ്ട് വന്ന യുദ്ധത്തിനെ അവർ പറഞ്ഞ അതേ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയി. 4 ദിവസം കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞ യുദ്ധം ശരിയാണ്. ഫെബ്രുവരി 28-ന് തന്നെ അവിടുത്തെ നേതാക്കന്മാരെല്ലാം തലയരിഞ്ഞു അമേരിക്ക. അതോടുകൂടി പണി കഴിയുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇന്നിപ്പോ 108-ഓ 109 ദിവസമാണ് ഈ സമയത്ത് കാണുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 8-ന് ശരിക്കും അമേരിക്ക ഇറാനുമായിട്ട് യുദ്ധം നിർത്തിയതാണ്. അന്ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അതിനുശേഷം പിന്നെ ട്രംപ് അനിശ്ചിതമായിട്ട് നീട്ടി. എന്തായാലും എന്ത് തന്നെയാണെങ്കിലും അതിനുശേഷം നമ്മളൊക്കെ അതിന്റെയൊക്കെ ഈ ഹോർമൂസ് കടലിടുക്ക് ഗതാഗതം നിലച്ചു. ലോക സമ്പദ് വ്യവസ്ഥ തകർന്നു. അമേരിക്ക ലോകം മുഴുവൻ ദുരിതങ്ങൾ നേരിടേണ്ടി വരുന്നു, നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇപ്പൊ ഒരു ശുഭവാർത്തയാണ് വരുന്നത്. ഈ വരുന്ന 19-ാം തീയതി സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഈ കരാർ ഒപ്പിടും എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അത് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാനും ഏകദേശം സമ്മതിച്ചിട്ടുണ്ട്. അതിനകത്ത് ഉള്ള നിബന്ധനകൾ നോക്കുമ്പോഴാണ് ഒബാമയുടെ കരാറാണോ അതോ ട്രംപിന്റെ കരാറാണോ മെച്ചെന്നറിയുന്നത്. അതായത് ഇറാനെ സംബന്ധിച്ചിട്ട് ഇറാന്റെ ഈ ഇപ്പൊ തന്നെ ട്രംപ് ഈ 19-ാം തീയതി കരാർ ഒപ്പിടുന്നതിന് മുന്നോടിയായിട്ട്
ഇറാന്റെ തുറമുഖങ്ങൾക്ക് നേരെയുള്ള സകല ബ്ലോക്കേഡുകളും സകല ഉപരോധങ്ങളും മാറ്റാനായിട്ട് ഇപ്പൊ തന്നെ ട്രംപ് ഉത്തരവ് നൽകി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഹോർമോസ് കടലിലേക്ക് വരുന്ന 30 ദിവസത്തിനകത്ത് സ്വതന്ത്രമാകാനാണ് ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഇറാൻ ഈ കഴിഞ്ഞ 47 വർഷമായിട്ട് ഇറാൻ ഈ ലോക അല്ലെങ്കിൽ അന്താരാഷ്ട്ര ലോകത്തിൽ നിന്നും ഈ ഉപരോധങ്ങളുടെ പേരിൽ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. ആ അവസ്ഥ മാറിയിട്ട് ഏതാണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് 12 മുതൽ 24 ബില്യൺ ഡോളർ വരെ ഇറാന്റെ ഫ്രീസ് ചെയ്ത് മരവിപ്പിച്ചിട്ടുള്ള സ്വത്തുക്കൾ വിട്ടുകൊണ്ടുപോകാൻ അമേരിക്ക തയ്യാറായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലെബനനിലേക്കുള്ള ആക്രമണം അത് ഇതിനകത്തുള്ള മുഖ്യ ഒരു ഉപാധിയായിട്ട് ഈ കരാറിനകത്ത് വെച്ചിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് ലെബനനിലേക്ക് ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കുക. എന്നിരുന്നാൽ പോലും ഈ കഴിഞ്ഞ 24 മണിക്കൂറിനകം അതിശക്തമായ ബോംബിംഗ് ആണ് ബെയ്റൂട്ടിന് സമീപം ഹിസ്ബുള്ളയുടെ താവളങ്ങൾക്ക് നേരെ ഈ ഇസ്രായേൽ നടത്തിയത്. പക്ഷെ അതിനെ തുടർന്നിട്ട് വീണ്ടും ഈ അവസാന നിമിഷം പോലും ഈ കരാർ സാധ്യമാകുമോ ഇല്ലയോ, കരാറിൽ നിന്ന് ഇറാൻ പിൻവാങ്ങുന്നു എന്നാണ് ഒരു നിലപാട് സ്വീകരിക്കുകയുണ്ടായി. ആ സമയത്ത് ട്രംപ് നെതന്യാഹുവിനെ തെറിവിളിച്ചു, ഇനി അത് ആവർത്തിക്കരുത്, ഇനി ലെബനനിലേക്ക് ഇനി ഒറ്റ സാധനം വിട്ടേക്കരുതെന്ന് പറഞ്ഞിട്ട് വളരെ ശക്തമായ ഒരു ഭീഷണി മുഴക്കിയിട്ടുണ്ട് നെതന്യാഹുവിന്. കാര്യം അതല്ല എങ്കിൽ ഈ ഉടമ്പടിയിൽ നിന്ന് ഇറാൻ പിന്മാറുമെന്നുള്ളത് അറിയിച്ചിട്ടുണ്ടാകും. ഇപ്പൊ രണ്ടായാലും ഈ വരുന്ന ഈ ജൂൺ 19 സ്വിറ്റ്സർലൻഡിൽ വെച്ചിട്ടാണ് ഈ ഇറാനും ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള കരാർ ഒപ്പിടാൻ പോകുന്നത്. ആ കരാർ ഒപ്പിടാൻ പോകുന്നത് അതിനകത്ത് 2 കാര്യങ്ങളാണ്. ഒന്ന് ലോങ് ടേമും അതേപോലെ തന്നെ താൽക്കാലികമായിട്ടുള്ള നടപടികളാണ്. ഈ പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഉപരോധങ്ങൾ നീക്കുന്നു, ഇറാന്റെ തുറമുഖങ്ങളിലേക്കുള്ള ഗതാഗതം സുഗമമാകുന്നു. ഞാനൊന്ന് ഇടപെടുകയാണ് സാർ. ഈ അണുവായുധ കരാറുമായി ബന്ധപ്പെട്ടാണ് ട്രംപ് ഇത്തരത്തിലൊരു വാചകം പറഞ്ഞത്. ഒബാമ ചെയ്തതിനേക്കാൾ അപ്പൊ കരാറിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് വളരെ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ, നടപ്പിലാക്കേണ്ട തീരുമാനങ്ങൾ. 2 ലോങ് ടേം കരാറുകളാണ്. ആ ലോങ് ടേം കരാറിനകത്താണ് ഈ ഇറാൻ ഒരു കാരണവശാലും യുറേനിയം, അതായത് HEU, 2 കാര്യങ്ങളാണ്. അതായത് ഹൈലി എൻറിച്ച്ഡ് യുറേനിയം, അതിന്റെ സ്റ്റോക്ക് പൈൽ ഇറാന്റെ കയ്യിലുണ്ട്. അതെങ്ങനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം, ഭാവിയിൽ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നതല്ല. അപ്പൊ ഈ ലോങ് ടേം കരാർ സംബന്ധിച്ച് ഇറാന്റെ കയ്യിൽ നിന്ന് ഇറാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അത് നേരത്തെയും കൊടുത്തിട്ടുള്ളതാണ്. ഏതാണ്ട് സമാനമായ ഉറപ്പ് ഫെബ്രുവരി 28 മുമ്പ് പോലും ജനീവയിൽ നടക്കുന്ന ചർച്ചയിൽ ഇറാൻ ഏതാണ്ട് സമ്മതിച്ചതാണ്, ആൾമോസ്റ്റ് സമ്മതിച്ചതാണ്. അതുകൊണ്ടാണ് ഇറാൻ പറഞ്ഞത് ഏതാണ്ട് ഒരു ഉടമ്പടിയിലേക്ക് വരുന്നുള്ളത്. അപ്പോ ആ ലോങ് ടേം കരാർ അനുസരിച്ചിട്ട് അതിന്റെ വ്യവസ്ഥകൾ വരുന്ന ഈ ഒപ്പിട്ട് കഴിഞ്ഞാൽ അടുത്ത 60 ദിവസത്തിനകമാണ് അത് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത്. ആ ചർച്ച ചെയ്ത് തീരുമാനിക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിട്ട്. അതുകൊണ്ടാണ് ഈ ട്രംപ് വീമ്പിളക്കുന്നത് ഒബാമയായിട്ടുണ്ടായിട്ടുള്ള ഒരു കരാറല്ല. കാരണം ഇത് ട്രംപിനിത് സ്ഥാപിച്ചെടുത്തെങ്കിലേ പറ്റൂ. കാരണം അതല്ല എന്നുണ്ടെങ്കിൽ അമേരിക്കൻ ജനതയോട് എന്തിനു വേണ്ടി ഇറാനിലേക്ക് യുദ്ധത്തിന് പോയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ട്രംപിന് നൽകേണ്ടി വരും. അതിനൊരു ഉത്തരമില്ല. ആദ്യം പറഞ്ഞിരുന്ന ഇറാനിലെ യുദ്ധത്തിന്റെ കാരണം അവിടെ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നടക്കുന്നു, അതുകൊണ്ട് അവിടെ ഒരു പുതിയ ഗവൺമെന്റ് രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ പോയെന്നാ പറഞ്ഞത്. ഒരു കാരണം പോലും വ്യക്തമായത് കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു തുടക്കത്തിൽ. എന്നാൽ ഈ അണ്വായുധം ഒരു കാരണവശാലും ഒരിക്കലും ഇറാൻ ഉണ്ടാക്കില്ല എന്നുള്ള ഉറപ്പ് താൻ ഇറാനെ കൊണ്ട് നടത്തിച്ചിരിക്കുന്നു. ഈ യുദ്ധത്തിലൂടെ അത് സാധ്യമായിരിക്കുന്നു. അമേരിക്കൻ ജനതയ്ക്ക് ഇനി ഇറാന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ആണവായുധ ഭീഷണി വേണ്ട എന്നുള്ള ഒരു സിംഗിൾ പോയിന്റ് അമേരിക്കൻ ജനതയുടെ ഉള്ളിലേക്ക് അടിച്ചു കയറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ട്രംപ് ഈ ശ്രമങ്ങളെല്ലാം നടത്തുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തിനു വേണ്ടി ഇറാനിലേക്ക് യുദ്ധത്തിന് പോയി, അതായത് എത്രയോ ബില്യൺ ഡോളേഴ്സ് ഈ കഴിഞ്ഞ 5 ദിവസം മുമ്പ് ഇറാൻ അടിച്ചിട്ട് അപ്പാച്ചെ, അമേരിക്കയുടെ അപ്പാച്ചെ വിമാനം ഉൾപ്പെടെ 43 യുദ്ധവിമാനങ്ങളാണ് ഇറാൻ തകർത്ത് കളഞ്ഞത്.
അതെ, അപ്പം ഇതെന്തിനു തകർക്കുക? അപ്പൊ ഇതിന്റെ എല്ലാം ഭാരം പേറുന്നത് അമേരിക്കൻ ജനതയാണ്. അപ്പൊ അമേരിക്കൻ തീർച്ചയായിട്ടും. ജനതയുടെ ഉത്തരം പറയേണ്ടിയും വരും. ആ അതെ, ഉത്തരത്തിന് വേണ്ടി മുൻകൂട്ടി ആ ഉത്തരം കണ്ടെത്തി സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോ ട്രംപോട് നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പൊ പിന്നെ ഈ ഒരു റീകൺസ്ട്രക്ഷൻ എമൗണ്ട് സംബന്ധിച്ചിട്ടും ഒരു റീസ്ട്രക്ചർ അതായത് ഇറാനെ റീബിൽഡ് ചെയ്യുന്നത് സംബന്ധിച്ചിട്ട് അത് ഉം, സംബന്ധിച്ചിട്ട് ഇറാന് അനുകൂലമായ ഒരു തീരുമാനമാണ് ഏതാണ്ട് $300 ബില്യൺ ഒരു ധാരണ ഈ കരാർ 19-ാം തീയതി ഒപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം ഉള്ള ചർച്ചയ്ക്കകത്ത് തീരുമാനിക്കപ്പെടുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധം കൊണ്ട് കുറച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും വമ്പൻ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത് ഇറാനാണ്. ഇറാൻ. മാത്രമല്ല ഈ താൽക്കാലിക നടപടികളിലൂടെ, അതായത് ഇപ്പൊ തന്നെ ഈ നിരോധനങ്ങൾ നീക്കാൻ പറഞ്ഞു ഇറാൻ ഇഷ്ടമുള്ളവർക്ക് എണ്ണം വിറ്റുകൊള്ളതിനായിട്ടും ട്രംപ് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പൊ നമുക്ക് തീർച്ചയായിട്ടും, ഇന്ത്യക്ക് തീർച്ചയായിട്ടും. പോലും അത് വളരെ ഉപകാരമായി. ആശ്വാസകരമായ വാർത്തയാണ്. അതെ, പിന്നെ കാരണം നമ്മുടെ ഇവിടെ ഇപ്പൊ നമ്മൾ ഇന്നിപ്പം 45 ദിവസം എടുത്തിട്ടാണ് നമുക്ക് ഇപ്പൊ ഗ്യാസ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തുടക്കത്തിൽ തീർച്ചയായിട്ടും, 25 തീർച്ചയായിട്ടും, ദിവസമായിരുന്നു. അതെ. തീർച്ചയായിട്ടും. അപ്പൊ ഇല്ലാതെ ഉം, പെട്രോളിന്റെ വില കയറിയത് ഇത് അതെ, വലിയ നമ്മുടെ മലയാളികൾ ഉൾപ്പെടെ ലോകത്തുള്ള ജനതയെല്ലാം ബാധിച്ച വിഷയമാണ്. അപ്പൊ തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇറാൻ ആർക്ക് വേണമെങ്കിലും എണ്ണ വിറ്റോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഇറാന്റെ ഒരു വമ്പൻ വിജയമായിട്ട് വേണം ഈ യുദ്ധത്തെ നമുക്ക് വിലയിരുത്താനായിട്ട്. പാവം ട്രംപ് ഈ പറഞ്ഞതുപോലെ ഇനി ഇപ്പൊ വരാൻ പോകുന്ന മിഡ് ടേം ഉണ്ട് നവംബറിൽ. അപ്പൊ അതിനകത്ത് എങ്ങനെയെങ്കിലും പിടിച്ചു നിന്ന് കയറണം എന്നുള്ളൊരു ശ്രമം കൂടെയാണ്. അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ഈ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. അതുകൊണ്ടാണ് ഇത്ര പരിതാപകരമായ ഒരവസ്ഥയിൽ ശരിക്കും തോറ്റോടിയിട്ട് ഇറാൻ പറയുന്ന സ്ഥലത്ത് ഒപ്പിടുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോ വന്നിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും വളരെ ആശ്വാസകരമായ ഒരു സംഗതിയാണ്. ഇപ്പൊ ഈ ഇതുവരെ പറഞ്ഞതുപോലെയല്ല, ഏതാണ്ട് ഈ യുദ്ധം തുടങ്ങിയ ശേഷം 38 തവണയാണ് ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നു, കരാറാവുന്നു എന്നൊക്കെ ട്രംപ് പറയുന്നത്. ഈ 38ാമത്തെ തവണയിലെ പ്രഖ്യാപനമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. അത് മിക്കവാറും ഇറാൻ കൂടി അത് സ്ഥിരീകരിച്ച സ്ഥിതിയിൽ അത് സാധ്യമാകും എന്ന് തന്നെ വേണം നമുക്ക് കരുതേണ്ടത്. രണ്ടായാലും വളരെ ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. മാത്രമല്ല ഇനി അങ്ങോട്ട് നമ്മുടെ ഗൾഫ് മേഖലയിലേക്ക് നോക്കിയാലും ഇപ്പൊ പിന്നെ ദുബായ് ഇനി പഴയ അവസ്ഥയിലേക്ക് വരുമോ ഇല്ലയോ അത് കണ്ടറിയേണ്ട ഒരു വസ്തുതയാണ്. വളരെ പ്രയാസമാണെന്നാണ് പൊതുവെ എല്ലാവരും കരുതപ്പെടുന്നത്. കാരണം ഇതുവരെ സേഫ് ഹെവൻ എന്ന ഒരു ധാരണയായിരുന്നു ദുബായ് സിറ്റിയെ വളർത്തിയത്. അതെ, ലോകത്തുള്ള സകല സമ്പന്നരും അവരുടെ അതെ, സാമ്പത്തികമായ സകല ഇടപാടുകളും കാരണം ഈ എത്ര തന്നെ കള്ളപ്പണം ഉണ്ടെങ്കിലും കൊണ്ട് ദുബായിൽ നിക്ഷേപിക്കായിരുന്നു. അതായത് ഇതിന്റെ സേഫ് അതെ, ഹെവൻ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും. ആ ടൂറിസമായിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള വരുമാനം. അതുപോലെ സാമ്പത്തിക ഇങ്ങനെയുള്ള എക്കണോമിക് ആക്ടിവിറ്റീസിലൂടെ ആയിരുന്നു. അതെല്ലാം തകർന്നു തരിപ്പണമായി. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം തന്നെ അവിടെ നിന്ന് പല രാജ്യങ്ങളിലേക്ക് പോയി. അപ്പൊ ആ സേഫ് ഹെവൻ എന്നുള്ള ആ ഒരു സ്റ്റാറ്റസ് ദുബായിക്ക് നഷ്ടമായി. അപ്പൊ അതുകൊണ്ട് ഇനി യുദ്ധാനന്തര കാലഘട്ടത്തിൽ എങ്ങനെയാണ് ദുബായ് പിടിച്ചു കയറുന്നത് എന്നൊക്കെ ഉള്ളത് കണ്ടറിയണം. അതേപോലെ കുവൈറ്റ്. പിന്നെ വേറൊരു ഗുണം എന്ന് പറയുന്നത് ഈ യുദ്ധത്തിന് ശേഷം ധാരാളമായിട്ടുള്ള ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കും മിഡിൽ ഈസ്റ്റിൽ. അതെ. ഇപ്പൊ സാർ, ഗാസ അപ്പോൾ ഞാൻ പ്രശ്നം ഇടയ്ക്കൊന്ന് ചോദിക്കുകയാണ് സാർ, ഈ തടഞ്ഞു വെച്ച ഈ ഇപ്പോൾ സാർ നമ്മളിപ്പോൾ എണ്ണയുടെ കാര്യം പറഞ്ഞു, ഇറാന് നേട്ടമാണെന്ന്. ഈ അമേരിക്ക തടഞ്ഞു വെച്ച ഇറാന്റെ കുറേ ആസ്തിയൊക്കെ ഉണ്ട്, അതൊക്കെ ഉടനെ തന്നെ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടാവും? എത്രയെങ്കിലും കോടി? 12 മുതൽ 24 ബില്യൺ ഡോളർ വരെ ബില്യൺ. റിലീസ് അതെ. ചെയ്യാനായിട്ട് ധാരണയായിരുന്നു. ഓ, അത് സംബന്ധിച്ച് ലോങ് ടേം ഇനി അത് കഴിഞ്ഞ് ഒപ്പിട്ടതിന് ശേഷമാണ് $300 ബില്യൺ ഒരു റീകൺസ്ട്രക്ഷൻ പ്രോജക്ട് ഒരു ധാരണ ഇനി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അത് ഈ 19-ാം തീയതിയിലത്തെ കരാർ ഒപ്പിട്ടതിന് ശേഷമായിരിക്കും. ഇപ്പൊ അടിയന്തരമായിട്ട് 12 ബില്യൺ മുതൽ 24 ബില്യൺ വരെയുള്ള മരവിപ്പിച്ച സ്വത്തുക്കൾ ആസ്തി വിട്ടുകൊടുക്കാനായിട്ട് ഈ പുതിയ ഈ ഇടക്കാല കരാർ പ്രകാരം ധാരണയായിരുന്നു. സാർ, അപ്പോൾ ഈ ബെയ്റൂട്ടിലേക്കുള്ള ഈ ഇസ്രയേലിന്റെ ആക്രമണം, ലെബനനിലേക്കുള്ള ആക്രമണം, ഇത് നിർത്തുന്നില്ലല്ലോ. അവരിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഈ കരാർ ഒപ്പിട്ടിരുന്നാലും ഇസ്രയേൽ ഇങ്ങനെ ഒരുതരം നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന പോലെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അവർക്ക് ഈ പറയുന്ന രീതിയിൽ ലെബനനെ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ കരാർ ഏതാണ്ട് ഉറപ്പാകും എന്നൊരു ധാരണ ഇസ്രയേലിന് ബോധ്യമായി. അപ്പൊ കരാർ ഒപ്പിടുന്നതിന് മുമ്പ് പരമാവധി ഹിസ്ബുള്ളയെ തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇസ്രയേൽ ലക്ഷ്യം വെക്കുന്നത്.
അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസവും ഈ ധാരണയായെന്ന് പ്രഖ്യാപനം വന്നതിന് ശേഷവും ഹിസ്ബുള്ളയുടെ ബെയ്റൂട്ടിലേക്ക് ആക്രമണം നടത്തി 3 പേര് മരിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അതെ അതെ. അതിനുശേഷമാണ് ട്രംപ് വളരെ ശക്തമായിട്ട് നെതന്യാഹുവിനെ വിളിച്ച് പരസ്യമായിട്ട് തന്നെ ഉടനെ നിർത്തിക്കണം, ഇല്ലെങ്കിൽ വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാവും എന്ന രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകിയത്. അതിനുശേഷം പിന്നെ ഇതുവരെ ബെയ്റൂട്ടിലേക്ക് ഇതുണ്ടായിട്ടില്ല. അതേസമയം ഹിസ്ബുള്ള നോർത്തേൺ ഇറാനിലേക്ക് കുറെ മിസൈലുകൾ അയക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് തടഞ്ഞു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. അതേപോലെ തന്നെ ലെബനനിലെ തെക്കൻ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന്റെ ട്രൂപ്പിനെയും ഒരു പരിധിവരെയൊക്കെ ലെബനൻ ഫോഴ്സിന് ഹിസ്ബുള്ളയ്ക്ക് പിൻവാങ്ങിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അത് വ്യക്തമായ റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലില്ല. അപ്പൊ എന്തായാലും ഈ ലെബനൻ ഓപ്പറേഷൻ ഈ കരാർ മുമ്പ് എങ്ങനെയെങ്കിലും തീർക്കുക എന്നുള്ള ഒരു തിടുക്കമാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നമ്മൾ കണ്ടത്. അത് പക്ഷെ എന്തായാലും ഈ ഒടുവിലെ ഭീഷണിക്ക് ശേഷം, ട്രംപിന്റെ നേരിട്ടുള്ള ഭീഷണിക്ക് ശേഷം അത് പിന്നീട് ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ 19-ാം തീയതി വരെ നമുക്ക് പൂർണ്ണമായിട്ടും അത് ഉണ്ടാവില്ല എന്ന് പറയാനും പറ്റില്ല. പക്ഷെ 19-ാം തീയതിക്ക് ശേഷം ഒരു പ്രശ്നങ്ങൾ ഇപ്പൊ ഇസ്രായേലും അതേപോലെ ലെബനനും തമ്മിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാനുള്ള വകയും നൽകുന്നില്ല. കാരണം ആ ഉടമ്പടിക്ക് ശേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നുണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് ഇറാൻ പിന്നെ കാത്തിരിക്കില്ല. അതാണ് എല്ലാവർക്കും അറിയുകയാണ്. അതും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കരാറിന് മുമ്പ് പരമാവധി ഹിസ്ബുള്ളയെ തകർക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് ഇസ്രായേൽ മുമ്പോട്ട് നീങ്ങുന്നത്. അത് മാത്രമായിരുന്നു ഈ കരാറിലെ ഏറ്റവും ഒടുവിലത്തെ കീറാമുട്ടി എന്ന് പറയുന്നത്. അതും ഇപ്പൊ സാധ്യമായിരിക്കുന്നതുകൊണ്ടാണ് ഈ ഇന്നലെ ഒപ്പിടുമെന്നായിരുന്നു ധാരണയുണ്ടായിരുന്നു, അതായത് ഞായറാഴ്ച. പക്ഷെ അത് സാധ്യമായില്ല. അതിന്റെ കാരണമൊക്കെ ഇത് തന്നെയാണ്. അപ്പൊ അതിന് രണ്ടായാലും സ്വിറ്റ്സർലൻഡിൽ വെച്ചിട്ട് വരുന്ന ജൂൺ 19 ഒപ്പിടാനുള്ള ധാരണ ആയിട്ടുണ്ട്. അത് നടക്കുമെന്ന് തന്നെയാണ് ഉള്ള സൂചനകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. നന്ദി. താങ്ക് യു സാർ.